സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുടെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോമിലെ അടുത്ത ബന്ധുക്കൾ എന്ന കോളത്തിൽ മാതാവ്, പിതാവ്, അവരുടെ മാതാപിതാക്കൾ എന്നിവരെ മാത്രമേ ഉൾപ്പെടുത്താവൂ എന്ന് പുതിയ നിർദ്ദേശം. ഫോം വിതരണം ചെയ്ത് 19-ാം ദിവസമായ ശനിയാഴ്ചയാണ് കോളത്തിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ കാര്യത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തത വരുത്തിയത്. നേരത്തെ ഈ കോളത്തിൽ അടുത്ത ബന്ധുക്കളായ ആരെ വേണമെങ്കിലും ചേർക്കാമെന്നായിരുന്നു ഭൂരിഭാഗം BLOമാരും അറിയിച്ചത്. ഇതുപ്രകാരം സഹോദരങ്ങളുടെയും പങ്കാളിയുടെയും മറ്റു വിവരങ്ങൾ പൂരിപ്പിച്ചവർ ആശങ്കയിലായി. ഇതിൽ തിരുത്തൽ എങ്ങനെയാവണമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഫോമിലെ 2-ാം കോളത്തിലാണ് വിവരങ്ങൾ ചേർക്കേണ്ടത്. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താത്തവർക്ക് രേഖകൾ ഹാജരാക്കാതെ ബന്ധുക്കളുമായി ലിങ്ക് ചെയ്യാനാകുന്ന ഏക കോളമാണിത്. ഡിജിറ്റലൈസേഷൻ ചെയ്യുമ്പോൾ ആപ്പിലെ ഓപ്ഷനിൽ ബന്ധുവിനെ തിരഞ്ഞെടുക്കാൻ മാതാവ്, പിതാവ്, അവരുടെ മാതാപിതാക്കൾ എന്നീ ഓപ്ഷൻ മാത്രമാണുള്ളത്. ആപ്പിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ 2002 വോട്ടർ പട്ടികയിൽ ബന്ധുക്കളില്ല എന്ന രീതിയിൽ തന്നെ ഫോം ഡിജിറ്റലൈസേഷൻ ചെയ്യേണ്ടി വരും. ഇതോടെ ലക്ഷക്കണക്കിന് ആളുകൾ രേഖകൾ ഹാജരാക്കേണ്ടി വരും. ഫോം പൂരിപ്പിക്കാതെ ഒപ്പിട്ട് നൽകിയാലും കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്ന CEOയുടെ വാദത്തിലും ആശങ്കയുണ്ട്. സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന പുരോഗമിക്കുമ്പോൾ കണ്ടെത്താൻ കഴിയാത്തവരുടെ എണ്ണം 1.64 ലക്ഷം. ഞായർ വൈകിട്ട് വരെയുള്ള റിപ്പോർട്ടാണിത്. മരിച്ചവർ, സ്ഥിരമായി താമസം മാറിയവർ, കണ്ടെത്താനാകാത്തവർ, ഓൾറെഡി എൻറോൾഡ് എന്ന് അറിയിച്ചവർ, മറ്റുള്ളവർ എന്ന വിഭാഗത്തിലാണ് BLOമാർ ഇവരെ ഉൾപ്പെടുത്തുന്നത്. ഡിസംബർ 4-നകം മുഴുവൻ കണക്ക് ലഭിച്ച ശേഷം ഇവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കും. ഇക്കൂട്ടത്തിൽ വോട്ടവകാശത്തിന് അർഹതയുള്ള ആരെങ്കിലും ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായിട്ടില്ല. BLO യോഗം ചേർന്ന് ഇക്കാര്യം പരിശോധിക്കണമെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും പലയിടത്തും നടപ്പാക്കുന്നില്ല. 51,38,838 ഫോമാണ് ഇതിനോടകം തന്നെ ഡിജിറ്റലൈസേഷൻ ചെയ്തത്. ഓൺലൈനായി 53,254 ഫോമും സമർപ്പിച്ചു.